നമസ്കാരം. ഭാഗ്യം വിൽക്കുന്നവർ എന്ന ചെറുകഥാ സമാഹാരത്തിലെ മൂന്നാമത്തെ കഥയായ സ്വാതി എന്ന ചെറുകഥയുടെ ഒന്നാം ഭാഗം കേട്ടത് ഓർമ്മയുണ്ടല്ലോ. നമുക്കിനി രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് സ്വാതി ഇതുവരെ എന്താ പറഞ്ഞത്? ഒറീസയിലെ ഒരു വനപ്രദേശത്ത് താമസിക്കുന്ന ആദിവാസി വർഗത്തിൽപ്പെട്ട സ്വാതി എന്ന പെൺകുട്ടിയുടെ ഉപരിപഠനത്തിനായി ഫോറസ്റ്റ് ഓഫീസർ വേണു അവളെ സഹായിക്കുന്നതും അവളുടെ അച്ഛനും കാട്ടിലെ തടി വെട്ടാൻ വന്ന മുതലാളിയും അവളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതുമാണ് നമ്മൾ ഇതുവരെ കേട്ട ഭാഗങ്ങൾ. ഇനി തുടർന്ന് വായിക്കാം. സ്വാതി രണ്ടാം ഭാഗം. ദൂരേക്ക് ഓടിമറയുന്ന കാഴ്ചകൾ കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന സ്വാതിയെ വേണു കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. പാവം, അവൾ ആദ്യമായി കാടിന് പുറത്തുള്ള ലോകം കാണുകയാണ്. അവളുടെ മുഖത്ത് എന്ത് സന്തോഷമാണ്! ജനിച്ച നാടും വീടും വീട്ടുകാരും അങ്ങ് ദൂരെ എവിടെയോ ആണെന്ന ചിന്തയൊന്നും അവളെ അലട്ടുന്നില്ല എന്ന് തോന്നുന്നു. രാത്രി ആ കാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ചിന്തയായിരുന്നു. പരിചിതമല്ലാത്ത ഏതൊക്കെയോ വഴിയിലൂടെ ബൈക്ക് തിരിച്ചുവിട്ടു. ഇടയ്ക്ക് കാട്ടുവഴി കുറുകെ കടക്കുന്ന ആനക്കൂട്ടത്തെ കണ്ടു നിർത്തി. സ്വാതി അല്പം അകലെ വെച്ച് തന്നെ മുന്നറിയിപ്പ് തന്നതുകൊണ്ട് അവയുടെ മുൻപിലേക്ക് എത്തിയില്ല. കാട്ടറിവ് നൽകുന്ന രക്ഷ. നേരം വെളുക്കുന്നതിന് മുമ്പേ പട്ടണത്തിലേക്കുള്ള ഏക ബസ് വരുന്ന വഴിയിലേക്ക് എത്തി. ബൈക്ക് ആ പാതക്കരികിലെ ഒരു കുറ്റിക്കാട്ടിലേക്ക് തള്ളിയിട്ടു. അതിനു മുമ്പ് ബൈക്കിന് പുറകിൽ കെട്ടിവെച്ചിരുന്ന ബാഗ് കയ്യിലെടുത്തു. ക്വാർട്ടേഴ്സിൽ നിന്നും കുറച്ച് ഡ്രസ്സും പണവും എടുത്തു വെച്ചിരുന്നു. ബസ്സി ഒരു പൊതി ഏൽപ്പിച്ചിരുന്നു. സാദിയുടെ ആകെയുള്ള 3-4 ജോഡി ഡ്രസ്സുകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെയാണ്. അവളെ രക്ഷപ്പെടുത്തണം എന്ന് അപേക്ഷിക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. എല്ലാം ബാഗിൽ എടുത്തു വെച്ച് ബൈക്കിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു യാത്രയിലേക്ക് എത്തുമെന്ന് വിചാരിച്ചതേയില്ല. ഇനി എന്തെന്ന് ആലോചിച്ചിട്ടേ ഇല്ല. ബസ് കയറുമ്പോൾ ട്രെയിനിൽ നാട്ടിലേക്ക് പോകാം എന്ന തീരുമാനം പെട്ടെന്നുള്ളതായിരുന്നു. വണ്ടി ഏതോ സ്റ്റേഷനിൽ നിർത്തി. നല്ല വിശപ്പുണ്ട്. രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ വിശപ്പും ദാഹവും ഒന്നും അറിഞ്ഞില്ല. സ്വാതിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അവൾക്ക് സ്റ്റേഷനിൽ കിട്ടുന്ന ഭക്ഷണത്തെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അത് പറഞ്ഞപ്പോൾ അവൾ സ്വയം കളിയാക്കി ചിരിച്ചു. വരും വരായികകൾ ഒന്നും ആലോചിക്കാതെയുള്ള നിഷ്കളങ്കമായ ചിരി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും പുറത്തെ കാഴ്ചകളിലേക്ക് തിരിഞ്ഞു. തണുത്ത കാറ്റടിച്ചപ്പോൾ കണ്ണുകൾ താനേ അടഞ്ഞു. ഉറക്കെയുള്ള ചാന്ദിനിയുടെ സംസാരം കാതിൽ തുളച്ചു കയറുന്നു. ഉറങ്ങാൻ സമ്മതിക്കാത്ത ഇവൾ എന്തിനുള്ള പുറപ്പാടാണ്? സാവധാനം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. മുഖം കഴുകി ഹാളിലേക്ക് ചെന്നു. അവിടെ അവിനാശ് വെറും തറയിൽ ഇരിപ്പാണ്. അവന്റെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട്. അടുത്ത് ചെന്നിരുന്നു. അവനെ ചാന്ദിനി തല്ലിയ പാടുകൾ വെളുത്തു തുടുത്ത കൈത്തണ്ടയിൽ പതിഞ്ഞു കിടപ്പുണ്ട്. അവയിൽ പതുക്കെ തലോടിയപ്പോൾ അവൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് തന്റെ മാറിലേക്ക് ചാഞ്ഞു. പാവം കുട്ടി. അവന്റെ പുറത്ത് തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ചാന്ദിനി അങ്ങോട്ട് കയറി വന്നു. ദേഷ്യത്തോടെ രണ്ടുപേരെയും തുറിച്ചു നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവൾക്ക് ഈ അന്തരീക്ഷം ഒട്ടും ഇഷ്ടമല്ല. ഈ കാടും കാട്ടുപ്രദേശവും ഇഷ്ടപ്പെടാൻ വട്ടുള്ളവർക്കേ കഴിയൂ എന്നാണ് പറയാറ്. വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഈ പല്ലവി കേൾക്കുന്നതാണ്. തൻ്റെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ അവൾ ശ്രമിച്ചു കണ്ടില്ല. IAS ഓഫീസറുടെ സ്റ്റാറ്റസ് നോക്കാൻ തനിക്കറിയില്ല എന്നാണ് അഭിപ്രായം. ചാന്ദിനിയുടെ അമ്മയും അച്ഛനും ഇത് തന്നെ പറച്ചിൽ. അവരുടെ നോട്ടത്തിൽ ഈ കാടും അവിടുത്തെ വനവിഭവങ്ങളും വിറ്റ് കാശുണ്ടാക്കുന്നതാണ് ഒരു ഫോറസ്റ്റ് ഓഫീസർ ചെയ്യേണ്ടത്. വിശ്വം അമ്മാവനാണ് ഈ ആലോചന കൊണ്ടുവന്നത്. ഗിരിജ അമ്മായിയുടെ അടുത്ത കൂട്ടുകാരിയുടെ മകൾ. അമ്മയോട് അന്നേ പറഞ്ഞതാ ഈ ബന്ധം ശരിയാവില്ല എന്ന്. പരിഷ്കാരിയായി ജീവിക്കുന്ന അമ്മയുടെ അതിലും പരിഷ്കാരിയാവാൻ ശ്രമിക്കുന്ന മകൾ. ബന്ധങ്ങൾക്ക് ഒരു മൂല്യവും കൽപ്പിക്കാത്ത പ്രകൃതമാണെന്ന് ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ തോന്നിയിരുന്നു. അച്ഛനെ ഒട്ടും വില കൽപ്പിക്കാത്ത സംസാരം കേട്ടപ്പോൾ വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. അമ്മയുടെയും മറ്റ് നിർബന്ധം, തറവാട്ട് മഹിമയെക്കുറിച്ചുള്ള വാദോരാതെയുള്ള മേനി പറച്ചിൽ എല്ലാം കൂടി ആയപ്പോൾ സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ ഒരു ദിവസം പോലും ആ ബന്ധത്തിൽ സ്നേഹത്തിനും വിശ്വാസത്തിനും സ്ഥാനമുണ്ടായിരുന്നില്ല. അവിനാശ് ജനിക്കുന്നത് വരെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി. അവന്റെ വിദ്യാഭ്യാസം ഈ കാട്ടുമുക്കിലൊന്നും പറ്റില്ല എന്ന നിർബന്ധത്തിൽ തുടങ്ങിയ അസ്വാരസ്യങ്ങൾ.
വേണുവിന്റെ ഈ പ്രകൃതി സ്നേഹം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. 10 കാശുണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഈ IFS കൊണ്ട് എന്താ കാര്യം? വെറുതെ ചുമന്നുകൊണ്ട് നടക്കാന്നല്ലാതെ. ഈ തരത്തിൽ തന്നെ ഇടിച്ചു താഴ്ത്തിയുള്ള സംസാരങ്ങൾ എല്ലായിടത്തും പതിവായി. 4 ആള് കൂടുന്നിടത്തെല്ലാം താൻ ഒരു കഴിവ് കെട്ടവനാണെന്ന രീതിയിലുള്ള കളിയാക്കലുകൾ. സഹിക്ക വയ്യാതായപ്പോ ഒരിക്കൽ പറഞ്ഞു, എന്റെ കൂടെ എന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് ജീവിക്കുന്നതാണ് യഥാർത്ഥ ഭാര്യ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ചാന്ദിനി തയ്യാറാണെങ്കിൽ മാത്രം എന്റെ കൂടെ വന്നാൽ മതി. എന്ന് വെച്ചാൽ നിങ്ങളുടെ അടിമയായ ഏതെങ്കിലും കാട്ടിക്കിടന്ന് നരകിച്ച് ജീവിക്കണം. എന്റെ ആഗ്രഹങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഒരു വിലയില്ലാതെ. നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ തന്നിട്ടുണ്ട്. പക്ഷെ അത് എന്നെ അധിക്ഷേപിക്കാൻ മാത്രമുള്ളതല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് എന്താ ഗുണം? നാളെ പെൻഷൻ പറ്റിയ വല്ല മലമ്പനിയും പിടിച്ച് ചാവാന്നല്ലാതെ. ഞാനും എൻ്റെ മോനും ആ കാട്ടിലേക്ക് ഇനി ഇല്ല. ഇത്തരം പണി ചെയ്യുന്ന ആളെ കെട്ടിയ വീട്ടിലേക്ക് വലിയ ഗുണമാണെന്ന് അമ്മ പറഞ്ഞ് കേട്ട എൻ്റെ തലവിധി. വല്ലാത്ത പ്രകൃതി സ്നേഹിയാണെന്ന് അറിഞ്ഞില്ല. നിങ്ങൾക്ക് പറ്റിയത് വല്ല കാട്ടുവാസികളെയുമാണ്. അവളുമാരെ എങ്ങാൻ കല്യാണം കഴിച്ച് ആ കാട്ടിലെങ്ങാൻ കഴിഞ്ഞാൽ പോരായിരുന്നു വെറുതെ എൻ്റെ ജീവിതം കൂടി തുലയ്ക്കാൻ. ആ ശാപവാക്കുകൾ കേട്ട് അന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഒരിക്കലും തിരിച്ചു തന്നിട്ടില്ല. അമ്മയും അമ്മാവനും കുറെ ശ്രമിച്ചു, തന്നെ കുറെ ഉപദേശിച്ചു. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. വാശി കൂട്ടാൻ അവളുടെ അമ്മയും പിന്നെ കുറെ സൊസൈറ്റി കൂട്ടുകാരും. പാവം അവിനാശ്. അവൻ തന്നെ കാണണം എന്ന് പറഞ്ഞ് കുറെ കരഞ്ഞതായി ഡ്രൈവർ കണ്ണൻ പറഞ്ഞറിഞ്ഞു. അവനെ ഒരിക്കൽ സ്കൂളിൽ പോയി കണ്ടതുമാണ്. അതറിയാൻ ഇടയായ ചാന്ദിനി അവന്റെ സ്കൂൾ മാറ്റിക്കളഞ്ഞു. പിരിയാനുള്ള അപേക്ഷ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ചാന്ദിനിയുടെ കൂടെ അവനെ കാണും എന്ന് പ്രതീക്ഷിച്ചു. അവനുണ്ടായില്ല. പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. കുട്ടി അമ്മയുടെ കൂടെ വളരട്ടെ എന്ന കോടതി വിധി അനുസരിക്കേണ്ടി വന്നു. അച്ഛൻ എപ്പോഴും കാട്ടിലായിരിക്കും. അപ്പൊ കുഞ്ഞിന് വേണ്ട സംരക്ഷണവും വിദ്യാഭ്യാസവും കൊടുക്കാൻ അച്ഛനെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലോ? അവനെ പിരിഞ്ഞ സങ്കടം കുറെ കാലം കൊണ്ടു നടന്നു. പിന്നെ വനത്തിലെ ആദിവാസികളുടെ നിഷ്കളങ്കരായ കൊച്ചുകുട്ടികളിൽ അവിനാശിനെ കണ്ടെത്താനുള്ള ശ്രമമായി. അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസവും മറ്റു ചുറ്റുപാടുകളും ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഉൾക്കാടുകളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഗോത്രവർഗങ്ങൾക്കിടയിൽ പോയി അവരോടൊപ്പം കഴിഞ്ഞു. അവരുടെ പ്രശ്നങ്ങൾ സർക്കാർ തലത്തിൽ ഉന്നയിച്ചു. പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും അവഗണിച്ചു. ചില സന്നദ്ധ സംഘടനകളുടെയും മറ്റ് വ്യക്തികളുടെയും സഹായ സഹകരണത്തോടെ കുറെയൊക്കെ പരിശ്രമങ്ങൾ വിജയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പ്രോത്സാഹനങ്ങൾ തേടിയെത്തി. വളരെ വ്യത്യസ്തനായ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ എന്ന പേര് പലയിടത്തും എത്തി. രാജ്യത്തെ വിവിധ വനമേഖലകളിൽ ആദിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകാനുള്ള പ്രോജക്ട് ഡയറക്ടറായി നിയമിക്കപ്പെട്ടു. അങ്ങനെയാണ് ഒറീസയിലെ ഈ വനപ്രദേശത്ത് എത്തിച്ചേർന്നത്. ഇപ്പൊ ഏതാണ്ട് 6 കൊല്ലമായി ഈ പ്രദേശങ്ങളിൽ. അതിനിടയിലാണ് സ്വാതിയെ പരിചയപ്പെട്ടത്. അവളുടെ സങ്കടങ്ങൾ തൻ്റെ കൂടിയായത്. ഒരുപക്ഷെ മുജ്ജന്മത്തിലുള്ള വല്ല ബന്ധവുമായിരിക്കാം. ചിലപ്പോ തോന്നും, ഇവൾ അവിനാശിന്റെ അതേ പ്രായമല്ലേ? തൻ്റെ മകളായി ജനിക്കാതെ പോയതാണോ? പിന്നെ എപ്പോഴോ തിരിച്ചറിഞ്ഞു, സ്വാതിക്ക് അവിനാശിനേക്കാൾ 10 വയസ്സെങ്കിലും കൂടുതലുണ്ട്. ബസിക്ക് സ്വാതിയുടെ ജന്മദിവസം ഒന്നും ഓർമ്മയില്ല. സ്കൂളിൽ ചേർത്തപ്പോ മാഷിന് തോന്നിയ ഒരു ദിവസം കുറിച്ചു, അത്ര തന്നെ. ഇവളുടെ അമ്മ പറഞ്ഞ കണക്ക് വെച്ച് നോക്കുമ്പോ ഇവൾക്കിപ്പോ 20 തികഞ്ഞിട്ടുണ്ടാവും. ദൈവമേ, താൻ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ? സ്വാതി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി വരാനിരിക്കുന്നത് നല്ല ദിവസങ്ങളായിരിക്കണേ ദൈവമേ. ഏത് ദേവനെ വിളിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്? എല്ലാം മറന്നുപോയിരിക്കുന്നു. പണ്ട് അമ്മ പറയാറുള്ള വാചകം ഓർത്തു, ഈശ്വരവിശ്വാസം മനസ്സിന് നൽകുന്ന ശക്തിയാണ്. അതൊരു സങ്കല്പമായിരിക്കാം, പക്ഷേ ആരോ കരുതാനുണ്ടെന്ന തോന്നൽ മനസ്സിൽ ഒരു ആത്മവിശ്വാസം നിറയ്ക്കും. കോളേജിൽ പോയി തുടങ്ങിയത് പിന്നെ ഒരമ്പലത്തിലും പോകാറില്ലായിരുന്നു. കല്യാണശേഷം ആ വിശ്വാസമേ നഷ്ടപ്പെട്ടു. അത്ഭുതത്തോടെ വേണു ഓർത്തു, കാലങ്ങൾക്ക് ശേഷം താൻ ആദ്യമായാണ് ദൈവത്തെ വിളിക്കുന്നത്. ചുണ്ടിൽ ചിരി വിടർന്നു. എന്തോർത്തിട്ടാ സാറ് ചിരിക്കുന്നത്? സ്വാതിയുടെ ചോദ്യമാണ് ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത്. അവളെ നോക്കി ചിരിച്ചു. നിനക്ക് എവിടേക്കാ പോകുന്നതെന്ന് അറിയാമോ? ഇല്ല എന്നവൾ തലയാട്ടി. എവിടേക്കായാലും വേണു സാറിന്റെ കൂടെയല്ലേ? ഒരു നെടുവേർപ്പിട്ട ശേഷം സാവധാനം പറഞ്ഞു, കേരളം എന്ന സംസ്ഥാനത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എൻ്റെ നാട്ടിലേക്ക്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിലേക്ക്. ജന്മനാടിനെ കുറിച്ചും
അവിടുത്തെ പ്രത്യേകതകളെ കുറിച്ചും എല്ലാം മുൻപും സ്വാതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാം വീണ്ടും പറഞ്ഞപ്പോൾ ആദ്യമായി കേൾക്കുന്ന ഭാവത്തോടെ അവൾ ചെവി ഓർത്തിരുന്നു. സാറിന്റെ വീട്ടിൽ ഇപ്പോ ആരും താമസമില്ല? അപ്പോ വൈപ്പും കുടിയൊക്കെ? ചോളം കിട്ടുമോ അവിടെ? എങ്കിൽ ഞാൻ കഞ്ഞി വയ്ക്കാം. പിന്നെ മുതിരയോ കിഴങ്ങോ ഉണ്ടായാൽ മതി. അവളുടെ നിഷ്കളങ്കമായ സംസാരം ചിരി വിടർത്തി. കേരളത്തിലെ സാമ്പാറിനെയും അവിയലിനെയും അച്ചാറിനെയും പറ്റിയൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തു. തേങ്ങ എന്ന സാധനം എന്താണെന്ന് അവൾക്കൊരു വിസ്മയമായി. ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത എന്തൊക്കെയോ സാധനങ്ങൾ. ചില മലയാളം വാക്കുകൾ അവൾ വേണുവിൽ നിന്ന് കേട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി വേണം കൂടുതൽ പഠിപ്പിക്കാൻ, എഴുതാനും വായിക്കാനും. ഓർത്തപ്പോൾ വീണ്ടും ചിരിക്കാൻ തോന്നി. കോട്ടയത്ത് ട്രെയിൻ ഇറങ്ങിയ ശേഷം ആദ്യം ചെയ്തത് ഒരു നല്ല ഹോട്ടലിൽ മുറിയെടുക്കുകയാണ്. സ്വാതിക്ക് കുറച്ച് നല്ല ഡ്രസ്സുകൾ മേടിച്ചു. കുറെ യാത്ര ചെയ്തതല്ലേ, നല്ല പോലെ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി ഉറങ്ങട്ടെ. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കട്ടിലെ പതുപതുത്ത മെത്തയിൽ ശാന്തമായി ഉറങ്ങുന്ന അവളെ നോക്കി അല്പമകലെ സോഫയിൽ കിടന്നു. വീടും പരിസരവും വൃത്തിയാക്കാൻ നാരായണേട്ടനെ വിളിച്ച് ഏർപ്പെടുത്തി. ഏതാണ്ട് 4-5 കൊല്ലമായി നാട്ടിലേക്ക് വന്നിട്ട്. അമ്മ മരിച്ചാൽ പിന്നെ ഒന്നോ രണ്ടോ തവണ. നാടുമായുള്ള ഏക ബന്ധം നാരായണേട്ടനാണ്. ഒരകന്ന ബന്ധുവാണ്. വീടും പരിസരവും നോക്കി നടത്താൻ ഏൽപ്പിച്ചിരുന്നു. ഇത് വിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നല്ല വിലക്കെടുക്കാൻ ആളുണ്ട്. 1-2 തവണ അയാൾ പറഞ്ഞിരുന്നു. അന്നത് തീരുമാനിക്കാൻ ഞാൻ നന്നായി. ഇനിയുള്ള ജീവിതം സ്വന്തം വീട്ടിലാവാം. ഒരു 3-4 ദിവസം കൂടി ഈ ഹോട്ടലിൽ തങ്ങാം. ജോലി സ്ഥലത്ത് നിന്നും പുറപ്പെട്ടു എന്നാണ് നാരായണേട്ടനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒരു 2 ദിവസം അയാൾ പ്രതീക്ഷിക്കും. സ്വാതിയോട് ഒരിക്കൽ കൂടി നാട്ടിലെ രീതികളെ കുറിച്ച് പറഞ്ഞു. അവിടുത്തെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയെന്ന് പഠിപ്പിച്ചു. ഒരു മടിയും സംശയമില്ലാതെ അവൾ എല്ലാം ഏറ്റു. മിടുക്കി. എത്ര പെട്ടെന്നാണ് സാഹചര്യങ്ങളുമായി അവൾ ഇണങ്ങിച്ചേരാൻ ശ്രമിക്കുന്നത്. ടാക്സിയിൽ വീട്ടിലേക്ക് പുറപ്പെടുമ്പോൾ സ്വാതിക്ക് വീണ്ടും അത്ഭുതം. പുസ്തകങ്ങളിൽ പടം കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് അതിൽ കയറുന്നത്. വീട്ടിലെത്തുമ്പോൾ നാരായണേട്ടൻ ഉമ്മറത്ത് തന്നെ ഉണ്ട്. കാറിൽ നിന്നും ഇറങ്ങുന്ന സ്വാതിയെ അയാൾ സംശയത്തോടെ വീക്ഷിക്കുന്നത് കണ്ടു. നാരായണേട്ടാ, ഇത് സ്വാതി, എന്റെ കൂടെ ഉള്ളതാ. ഇവൾ ഇവിടെ കോളേജിൽ ചേർന്ന് പഠിക്കാൻ വന്നതാ. കേരളം എന്ന നാടും ഇവിടുത്തെ പ്രകൃതിയും സ്വാതിക്ക് നന്നേ പിടിച്ചു. സാറിന്റെ നാട് എത്ര മനോഹരമാണ്, എനിക്കിഷ്ടായി. 1 മാസം കൊണ്ട് സ്വാതി നാട്ടിലെ രീതികളും ഭക്ഷണവും ഒക്കെ ശീലിച്ചു. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള അവളുടെ കഴിവ് വേണുവിൽ അത്ഭുതം ഉളവാക്കി. നാരായണേട്ടനും അവളെ ബോധിച്ചു. പക്ഷെ അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നു. വേണു ഇനി എന്നാ മടങ്ങുന്നത്? ഈ കുട്ടിയെ ഹോസ്റ്റലിലാക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ചോദ്യം അയാളിൽ നിന്നുണ്ടായപ്പോഴാണ് വേണുവും അതേപ്പറ്റി ആലോചിച്ചത്. സ്വാതിയെയും കൂട്ടി പോന്നിട്ട് 1 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. അതോ അതിൽ കൂടുതലായോ? ദിവസങ്ങളുടെ കണക്കുകൾ മറന്നുപോയിരിക്കുന്നു. വനത്തിലെ മരത്തണലുകൾക്കിടയിൽ, കാട്ടുമൃഗങ്ങളുടെ മുരളിച്ചകൾക്കിടയിൽ, പക്ഷികളുടെ ചിറകടിച്ച ഒച്ചകൾക്കിടയിൽ എന്താഴ്ച, എന്ത് മാസം, എന്ത് തീയതി. ഇനി അങ്ങോട്ട് പോയാൽ? ഇനി പോയിട്ട് എന്തിനാണ്? പണം സമ്പാദിക്കാൻ തനിക്കൊരു ജോലിയുടെ ആവശ്യം ഇനിയില്ല. റിട്ടയർ ചെയ്യാൻ 4 കൊല്ലം കൂടി ബാക്കിയുണ്ട്. വളണ്ടിയറി റിട്ടയർമെന്റിന് അപേക്ഷിച്ചാലോ? ഏതായാലും സ്വാതിയെയും കൊണ്ട് അവിടേക്ക് ഇനി സാധ്യമല്ല. അതിനല്ലല്ലോ അവളെ രക്ഷപ്പെടുത്തി ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. കുറെ ആലോചിച്ച ശേഷം തീരുമാനിച്ചു. വകുപ്പ് സെക്രട്ടറിക്ക് നേരിട്ട് എഴുതി. ഡയറക്ടറെയും മറ്റുള്ളവരെയും അറിയിച്ചു. ആരോഗ്യപരമായ കാരണങ്ങളാൽ തുടരുവാൻ സാധിക്കുന്നില്ല, സ്വയം പിരിഞ്ഞു പോരാൻ അനുവദിക്കണം. കുറെ ചോദ്യങ്ങളുണ്ടായി. തുടർന്ന് വരുന്ന പ്രോജക്റ്റ്, അതിന്റെ ബാക്കി ഭാഗം, റിപ്പോർട്ട് എന്നിങ്ങനെ. ഭാഗ്യം, എല്ലാം വേഗത്തിൽ അവസാനിച്ചു. വിടുതൽ നൽകിക്കൊണ്ടുള്ള ഓർഡർ പോസ്റ്റിൽ വന്നത് വായിച്ചപ്പോൾ കഴിഞ്ഞ 25 കൊല്ലത്തെ എന്തോ ഭാരം താഴെ ഇറക്കി വെച്ച പോലെയായിരുന്നു. അറിഞ്ഞപ്പോൾ സ്വാതി ആദ്യം ചോദിച്ചത് ഇനി സാർ എന്ത് ചെയ്യും എന്നാണ്. ആദ്യം നീ ഈ സാറ് വിളിയൊന്ന് നിർത്തണം. ഇവിടെ നാട്ടിലെ പെൺകുട്ടികൾ വിളിക്കുന്ന പോലെ ചേട്ടാന്ന് വിളിച്ചോളൂ. ആ വിളി അവൾ പരിചയിച്ചു. പണ്ടാരോ വിളിച്ചു മറന്നുപോയ ഒരു വിളിയൊച്ച പെട്ടെന്ന് കേൾക്കുന്ന പോലെ. അവളെ കോളേജിൽ ചേർക്കാനുള്ള പരിപാടി ആരംഭിച്ചു. മുൻപ് പരിചയമുണ്ടായിരുന്ന അധ്യാപകരൊക്കെ ഇന്നില്ല. കോളേജ് ഓഫീസ് റൂമിൽ അപേക്ഷ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മുൻപിൽ വന്നു നിന്നു. വേണുഗോപാലല്ലേ? തല ഉയർത്തി നോക്കി. കണ്ടു പരിചയമുള്ളവകം.
ഓ, വർഗീസ് കാട്ടിപ്പറമ്പൻ. പിന്നെ എല്ലാം വേഗത്തിലായി. ആ കോളേജിലെ മാനേജർ വർഗീസ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ? മറ്റൊരു ഭാഷയിൽ പഠിച്ച സ്വാതിക്ക് ഇവിടെ സാധിക്കുമോ എന്ന ചോദ്യമായിരുന്നു പ്രിൻസിപ്പൽ ലീല സാമുവലിന്. വൃത്തിയുള്ള ഇംഗ്ലീഷിൽ അതിനുള്ള മറുപടി സ്വാതി തന്നെയാണ് പറഞ്ഞത്. അവളുടെ ആ സ്മാർട്ട്നെസ് അവർക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നു. ആദ്യ വർഷത്തെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് ഒരു മാസം ആവാറായി. അതൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്തോളാം എന്ന സ്വാതിയുടെ ആത്മവിശ്വാസം. സ്വാതിക്ക് ആധാർ കാർഡും മറ്റും ഉണ്ടാക്കുന്ന പണിയായിരുന്നു പിന്നീട്. ആദിവാസികൾക്കിടയിൽ, പ്രത്യേകിച്ച് ഒറീസയിലെ ആ ഉൾവനത്തിൽ, ആർക്കും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ ആവോ. അവളുടെ ഗോത്രവർഗം ഏതാണെന്നൊന്നും വലിയ അറിവുണ്ടായിരുന്നില്ല. അപ്പന്റെയും അമ്മയുടെയും പേരുകൾ ഉദ്യോഗസ്ഥരിൽ കൗതുകമുണർത്തി. അഡ്രസ്സ് വേണുവിന്റെ വീട്. ഇതോടെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ഭാഗത്ത് കേൾക്കാം. നന്ദി, നമസ്കാരം.